പരിണയം. അക്ഷയും ആരോഹിയും അവരുടെ പ്രണയ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്. അവന്റെ സ്നേഹവും കരുതലും ഒക്കെ ആവോളം അവൾക്ക് കിട്ടുന്നുണ്ട്. ഈശ്വരനായിട്ട് തനിക്ക് കൊണ്ടുവന്നത് തന്ന നിധിയാണ് തൻ്റെ അച്ചുവേട്ടൻ. അർജുനിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന് ദൈവത്തോടവൾ ഒരുപാട് തവണ നന്ദി പറഞ്ഞു. കാര്യം പറഞ്ഞാൽ 2 ദിവസം നിന്നിട്ട് പോകാൻ വേണ്ടിയാണ് വന്നതെങ്കിലും ഓഫീസിൽ കുറച്ച് അത്യാവശ്യം വന്നപ്പോൾ ആരോഹിയും അക്ഷയും തിരിച്ചന്ന് തന്നെ മടങ്ങിപ്പോകാൻ ഓർത്തു. അമ്മേ, വസുത താഴെ എന്തൊക്കെയോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ആരോഹി മുകളിൽ നിന്ന് ഇറങ്ങി വന്നത്. അവളുടെ മുഖത്തെ ഭാവം കണ്ടതും വസുത ചോദിച്ചു, എന്താ മോളെ, എന്തു പറ്റി? അതമ്മേ, അച്ചുവേട്ടന് അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകണം. ഇന്നും നാളെയും എന്തൊക്കെയോ മീറ്റിംഗ് ഉണ്ട്. അച്ചുവേട്ടൻ്റെ ലാപ്ടോപ്പ് വീട്ടിലായിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും ഇന്ന് തിരിച്ചു പോവാണ്. അത് കേട്ടതും വസുതയുടെ മുഖം വാടി. അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ടെന്ന് ആരോഹിക്ക് മനസ്സിലായി. പക്ഷെ പോകാതെ നിവൃത്തിയില്ലായിരുന്നു. അമ്മേ, നോർത്തിൽ നിന്നും വരുന്ന ഏതോ ക്ലയൻ്റാണ്. അച്ചുവേട്ടന് ചെന്നേ പറ്റൂ. അച്ചുവേട്ടന് മാത്രമല്ല, എനിക്കും കൂടി പോകേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാമേ. അമ്മ വിഷമിക്കൊന്നും വേണ്ട. അവൾ അമ്മയെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. മകൾക്കും സങ്കടമാവുന്നുണ്ടെന്ന് മനസ്സിലായതോടെ വസുത പെട്ടെന്ന് അവളെ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ട് തലകുലുക്കി. സാരമില്ല മോളെ, ഓഫീസിലെ തിരക്കൊക്കെ അമ്മയ്ക്കും അറിയാം. എന്തായാലും നിങ്ങൾ വൈകാതെ ഇറങ്ങിക്കൂ. സമയം ഇപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞു. വൈകുന്നേരത്തെ ചായയൊക്കെ കഴിഞ്ഞ് വെറുതെ റൂമിലിരിക്കുമ്പോഴാണ് അക്ഷയുടെ ഫോണിലേക്ക് ഓഫീസിൽ നിന്നും കോൾ വന്നത്. വാസുദേവൻ ആ സമയത്ത് ഷോപ്പിലായിരുന്നു. ആരോഗ്യ അച്ഛനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. സൗകര്യം പോലെ ഇടയ്ക്ക് വരാനാണ് അയാളും അവളോട് പറഞ്ഞത്. അങ്ങനെ ആരോഹിയും അക്ഷയും കൂടി 6 മണി ആയപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി. ആരോഹിക്കാണെങ്കിൽ തറവാട്ടിൽ നിന്ന് പോരുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. എന്തെന്നില്ലാതെ അവളുടെ മിഴികൾ നനഞ്ഞു തുളുമ്പി. അമ്മയെ കെട്ടിപ്പിടിച്ച് കവളിൽ മാറി മാറി ഉമ്മയൊക്കെ നൽകിയിട്ടാണ് അവൾ വന്ന് വണ്ടിയിൽ കയറിയത്. അപ്പോഴേക്കും അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു തുടങ്ങിയിരുന്നു. വണ്ടി കുറച്ചു നേരം മുന്നോട്ട് പോയിട്ടും ആരോഗ്യ ഒരു അക്ഷരം പോലും മിണ്ടാതിരുന്നപ്പോൾ അക്ഷയ്ക്കും എന്തോ ഒരു വല്ലായ്മ. അവൻ മെല്ലെ അവളുടെ വലതു കൈ ചേർത്ത് പിടിച്ചു. താനിങ്ങനെ സങ്കടപ്പെട്ട എനിക്കും വിഷമമാവും കേട്ടോ. അക്ഷയ് പറഞ്ഞതും ആരോഗ്യ കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവനെ നോക്കി. എടോ, ഇങ്ങനെ കരയാനും മാത്രം എന്തിരിക്കുന്നു? ഒന്നുമില്ലെങ്കിലും തൻ്റെ ഭർത്താവിൻ്റെ കൂടെയല്ലേ താൻ പോകുന്നത്. ഇനി അതാണോ പെണ്ണെ ഏറെ വിഷമം? ഏയ്, അതുകൊണ്ടൊന്നുമല്ല. എന്തോ അമ്മയുടെ മുഖം കണ്ടപ്പോൾ വല്ലാത്ത നൊമ്പരം തോന്നി. അമ്മയും ഞാനും തമ്മിൽ പണ്ട് മുതലേ ഇങ്ങനെയാണ്. പിന്നെ ഞാൻ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ മുതൽ അമ്മ നമ്മളെ കാത്തിരിക്കുമായിരുന്നു. 2-3 ദിവസം നിൽക്കാമെന്ന് ഞാൻ വാക്ക് പറഞ്ഞതല്ലേ. ആ, സാരമില്ല, പോട്ടെ. എങ്കിലൊരു കാര്യം ചെയ്താലോടാ? അക്ഷയ് ചോദിച്ചതും അവൾ അവനെ നോക്കി. കുറച്ച് ദിവസങ്ങൾ താൻ വീട്ടിൽ നിന്നു, എന്നിട്ട് വന്നാൽ മതി. ഏയ്, അതൊന്നും സാരമില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ദിവസം പോലും ആയില്ലല്ലോ അച്ചുവേട്ട. കുഴപ്പമില്ല, നമുക്ക് പിന്നൊരു ദിവസം വരാം. എങ്കിൽ പിന്നെ കരയരുത്. താൻ ഇങ്ങനെ സങ്കടത്തോടെ ഇരിക്കുന്ന കാണുമ്പോൾ എനിക്കും ആകെ കൂടിയൊരു അസ്വസ്ഥത. അതിനു മറുപടിയായി ആരോഹി അവൻ്റെ കാൽത്തുടയിൽ ഒന്ന് തട്ടി. അക്ഷയ് നോക്കിയപ്പോൾ അവൾ അവനെ മുഖം വീർപ്പിച്ചുകൊണ്ട് ഇണങ്ങിയിരിക്കും പോലെ കാണിച്ചു. അങ്ങനെ ഇരുവരും വീട്ടിലെത്തിയപ്പോൾ രാത്രി 8 മണിയോളമായി. ഊർമിളയും ആനന്ദിനും ഒന്നും അവർ വരുമെന്നൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അനന്യയും വല്ലിയും കൂടി പുറത്തെവിടെയോ പോയതാണ്. ആനന്ദേട്ട, പിള്ളേർ ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. അക്ഷയും ഇനി ഈ കാര്യം അറിഞ്ഞാൽ ഇന്ന് വലിയ ഭൂകമ്പം ഉണ്ടാകും. ഊർമിള പെറുപെറുത്തു. ഞാൻ തന്നോട് മുന്നേ പറഞ്ഞതല്ലേ അവളുമാരെ ഈ നേരത്തെ ഷോപ്പിങ്ങിന് പറഞ്ഞു വിടേണ്ടെന്ന്. അവരൊറ്റയ്ക്കല്ലല്ലോ പോയത്. ഭാവനയും മാലിനിയും ഒക്കെ കൂടിയില്ലേ. ആരൊക്കെ കൂടെയുണ്ടെന്നുള്ളത് താൻ പോയി തൻ്റെ മകനോട് പറ. ഇരുവരും സംസാരിച്ചു നിൽക്കെ ആരോഗ്യവും അക്ഷയും കാറിൽ നിന്ന് ഇറങ്ങി വന്നു. ഇന്ന് തിരികെ വരുന്ന കാര്യം പറഞ്ഞില്ലല്ലോ മക്കളെ. ഇതെന്തു പറ്റി പെട്ടെന്ന് പോകുന്നത്? അവിടുത്തെ ഫുഡൊന്നും നിനക്ക് പിടിച്ചില്ലേ മോനെ? ആരോഗ്യ അടിമുടി നോക്കിക്കൊണ്ട് ഊർമിള ചോദിച്ചു. എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചില കാര്യങ്ങൾ വന്നമ്മേ, അതുകൊണ്ട് പോന്നതാ. അക്ഷയ് ഊർമിളയോടായി പറഞ്ഞു. അയ്യോ, ഞാൻ കരുതി
മോൻ അവിടുത്തെ ഫുഡ് പിടിച്ചു കാണില്ലെന്ന്. ഏയ്, ഒരിക്കലുമില്ല. അവിടുത്തെ അമ്മയുടെ ഫുഡ്, അതിൻ്റെ രുചി ഇപ്പോഴും നാവിൻ തുമ്പിലുണ്ടമ്മേ. എല്ലാം സൂപ്പർ ഡിഷസ് ആയിരുന്നു. അക്ഷയ് ചിരിയോടെ പറഞ്ഞു. അത് കേട്ടത് ഊർമിളയുടെ മുഖം പൊടുന്നനെ മാറി. പക്ഷേ അക്ഷതിൻ്റെ മുൻപിൽ അവരത് സമർത്ഥമായി മറച്ചു പിടിച്ചു. എന്നാൽ അവരുടെ ഈ ഭാവമാറ്റങ്ങളെല്ലാം ആരോഹി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവർ രണ്ടാളും അവിടെ? അക്ഷത് ചോദിച്ചതും ഊർമിള ചെറുതായിട്ടൊന്ന് പരിഭ്രമിച്ചു. രണ്ടുപേരും കൂടി ഷോപ്പിങ്ങിന് പോയതാ. ആനന്ദൻ പെട്ടെന്ന് പറഞ്ഞതും അക്ഷതിന് ദേഷ്യം വന്നു. എപ്പോഴാ പോയത്? 5 മണിയായപ്പോൾ. ഈ സമയത്ത് അവർ രണ്ടുപേരെയും വിട്ടതെന്തിനാ? അച്ഛനും അമ്മയ്ക്കും കൂടെ പോകാറുന്നില്ലേ? അത് മോനെ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞാ പോയത്. മാളിൽ നല്ല തിരക്കായിരുന്നു. അനന്യ ഇപ്പോൾ എന്നെ വിളിച്ചു, ഉടനെ എത്തുമെന്ന് പറഞ്ഞു. ഊർമിള അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അക്ഷിത് പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് വേഗം തന്നെ അല്ലിയുടെ നമ്പറിൽ വിളിച്ചു. ഹലോ ഏട്ടാ, അല്ലി നിങ്ങൾ എവിടാ? ഞങ്ങളിവിടെ ഷോപ്പിംഗ് മാളിലാണ്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ രാത്രിയുള്ള ഷോപ്പിംഗ് ഒന്നും വേണ്ടെന്ന്? സോറി ഏട്ടാ, ഞങ്ങൾ പെട്ടെന്ന് വരാം. ചേച്ചിയുടെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. ഇന്ന് ഫുൾ ഡേ ഉണ്ടായിട്ട് നിങ്ങൾ ഈ രാത്രിയിലാണോ പോയത്? വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. അക്ഷയ് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. ബിസിനസ് രംഗത്ത് ഒരുപാട് ശത്രുക്കൾ ഉള്ളതുകൊണ്ട് സഹോദരിമാരെ രാത്രിയിൽ പുറത്തുവിടാൻ അക്ഷതിന് പേടിയായിരുന്നു. അവർ പോയത് 5 മണിക്കാണെന്നൊക്കെ പറഞ്ഞ് ഊർമിള അവനെ കൂളാക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ ദേഷ്യത്തോടെ മുകളിലേക്ക് കയറിപ്പോയി. ആരോഹിക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലായില്ല. അവളും അവൻ്റെ പിന്നാലെ ചെന്നു. ഏട്ടാ, ഡ്രൈവറെ കൂട്ടി അവർ പോയത്. പോരാത്തതിന് അമ്മയുടെ ഒരു ഫ്രണ്ടും മകളും കൂടിയുണ്ട്. ആ സ്ഥിതിക്ക് ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ? ആരോഹി അക്ഷതിൻ്റെ അരികിൽ വന്ന് ചോദിച്ചു. മുൻപ് അനന്യ ഫ്രണ്ടുമായിട്ട് രാത്രിയിൽ ഷോപ്പിംഗ് മാളിൽ പോയിരുന്നു. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ നേരം 10 മണി. മാളിൻ്റെ അകത്ത് നിൽക്കുമ്പോൾ സമയം പോകുന്നത് അറിയില്ലല്ലോ. അവൾക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ഒരുപാട് സമയവും വേണം. തിരിച്ചു വരുന്ന വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. അന്ന് കുറച്ച് തല്ലിപ്പൊളി ആൺപിള്ളേർ വന്ന് വലിയ സീനൊക്കെ ഉണ്ടാക്കി. ഇക്കാര്യം അവൾക്കും അറിയാവുന്നതാ. എന്നിട്ടും വീണ്ടും വീണ്ടും എഴുന്നള്ളി പോയേക്കുന്നു. ഏട്ടാ, അന്നത് അവളും ഫ്രണ്ടും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ വേറെ ആളുകൾ കൂടി ഉണ്ടല്ലോ. ഏട്ട പേടിക്കൊന്നും വേണ്ട. കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അവർ. അക്ഷിത് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നത് നോക്കി ആരോഹി താടിക്ക് കൈയും കൊടുത്തു നിന്നു. സഹോദരിമാരോടും അമ്മയോടുമൊക്കെ ഈ മനുഷ്യൻ എന്തോ ഒരു സ്നേഹമാണ്. പക്ഷെ തിരിച്ച് അല്ലി പാവാണെന്നറിയാം. എന്നാൽ അനന്യ ഊർമിളയും അക്ഷയെ നല്ലോണം ഉപയോഗിക്കുന്നുണ്ടെന്ന് ആരോഹിക്ക് മനസ്സിലായി. തള്ളയുടെ ചോദ്യം കേട്ടില്ലേ, അവിടുത്തെ ഫുഡ് പിടിച്ചില്ലേ എന്ന്. കുശുമ്പും കുന്നായ്മയും മാത്രമാണ് അവരുടെ മനസ്സിൽ. വൃത്തികെട്ട സ്ത്രീയെ. ഇനിയും എൻ്റെ അടുത്ത് ചൊറിയാൻ വരട്ടെ. അവരെ ഞാൻ തേച്ചൊട്ടിച്ചു കളയും. ഈ ആരോഹി ആരാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. അക്ഷയ് ഒന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി. ആ സമയത്ത് അവൻ്റെ ഫോൺ വീണ്ടും റിങ് ചെയ്തു. ആരോഹി എടുത്തു നോക്കിയപ്പോൾ കൈലാസ് മേനോൻ എന്നായിരുന്നു തെളിഞ്ഞു വന്നത്. അവൾ അക്ഷയോട് കോൾ വന്ന വിവരം പറഞ്ഞു. കുളിക്കുവാണെന്നും തിരിച്ചു വിളിക്കാമെന്നും അയാളോട് മറുപടി പറയാൻ അക്ഷിത ആവശ്യപ്പെട്ടപ്പോൾ ആരോഹി അതനുസരിച്ചു. ശേഷം അമ്മയെ വിളിച്ച് വീട്ടിലെത്തിയ വിവരം പറഞ്ഞു. 2-3 മിനിറ്റ് അമ്മയോട് ഫോണിൽ സംസാരിച്ചു. അവൾ കോൾ കട്ട് ചെയ്തപ്പോഴേക്കും അക്ഷയ് കുളിയൊക്കെ കഴിഞ്ഞിറങ്ങി വന്നു. പിന്നീട് ആരോഹിയും ഫ്രഷായി. രണ്ടാളും താഴേക്ക് ചെന്നപ്പോൾ ഊർമിളയുടെ സംസാരം അടുക്കളയിൽ നിന്ന് കേട്ടു. റീന, അക്ഷയ് മോൻ ഓറഞ്ച് ജ്യൂസ് എടുത്തു വെക്കണേ. അവന് ചെറിയ ക്ഷീണം പോലെ തോന്നുന്നുണ്ട്. ആരോഹി കേൾക്കാൻ വേണ്ടി ഉച്ചത്തിലായിരുന്നു അവർ സംസാരിക്കുന്നത്. അക്ഷതിന് കുടിക്കാൻ ജ്യൂസുമായിട്ട് ഊർമിള വരുന്നുണ്ട്. അവരുടെ ഈ സ്നേഹം നടിച്ചുള്ള പ്രകടനങ്ങൾ കാണുമ്പോൾ ആരോഹിക്ക് ചിരിയാണ് വന്നത്. അമ്മയ്ക്ക് BP-യുടെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല മോനെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അമ്മ ഓക്കെയാ. ഊർമിള നിറഞ്ഞ പുഞ്ചിരിയോടെ അവൻ്റെ അരികിൽ വന്നിരുന്നു. എന്നാലും നീ ഇതൊക്കെ അമ്മയോട് അന്വേഷിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷം. അമ്മയുടെ മനസ്സ് നിറഞ്ഞു. സീരിയലിലെ തള്ളമാരെ പോലെയാണ് ഊർമിള സംസാരിക്കുന്നതെന്ന് ആരോഹിക്ക് തോന്നി. സാധാരണയായിട്ട് ആൺകുട്ടികൾ കല്യാണം കഴിയുമ്പോൾ അമ്മമാർക്ക് ചെറിയ പരിഭവവും സങ്കടവും ഒക്കെ വരും. അമ്മയേക്കാൾ കൂടുതലായിട്ട് അവൻ ഭാര്യയെ സ്നേഹിക്കുമ്പോഴേ ചില കുശുംബി അമ്മമാർക്കാണ് കേട്ടോ. പക്ഷേ എനിക്കങ്ങനൊന്നുമില്ല. എന്നും എൻ്റെ മോൻ ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് എനിക്കറിയാം. ഊർമിള അക്ഷയുടെ കയ്യിൽ തലോടിക്കൊണ്ട് പറഞ്ഞു.
ഈ ജൂഡാസ് തള്ളേനെ എന്ത് ചെയ്താൽ മതിയാകും ദൈവമേ. ആരോഹി പെറുപിറുത്തു. അമ്മയോട് അച്ചോട്ടൻ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പെരുമാറും തോന്നുന്നുണ്ടോ? ആരോഗ്യ വന്നിട്ട് അക്ഷയുടെ ഇടതുവശത്ത് കിടന്ന കസേരയിലിരുന്നു. ഇല്ല മോളെ, അമ്മയ്ക്ക് ഒരിക്കലും അങ്ങനെ തോന്നത്തില്ല. എൻ്റെ മോനെ എനിക്ക് നല്ലോണം അറിയാം. ഇവനെ പ്രസവിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. ഇവൻ്റെ സ്വന്തം അമ്മയേക്കാൾ സ്നേഹത്തോടെയാണ് ഞാൻ ഇതുവരെ നിന്നിട്ടുള്ളത്. ഇന്ന് വരെ എന്നെക്കുറിച്ചൊരു നെഗറ്റീവായിട്ട് ഒരു കംപ്ലൈൻറ്റ് പോലും അക്ഷയ്ക്ക് പറയാൻ ഞാൻ ഇടയുണ്ടാക്കി കൊടുത്തിട്ടില്ല. എൻ്റെ പെൺമക്കളെക്കാൾ ഇഷ്ടം എനിക്ക് എന്നും എൻ്റെ മോനോടാ. അനന്തേട്ടൻ പോലും എപ്പോഴും ഈ കാര്യങ്ങൾ പറയും. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കള്ളത്തരമുണ്ടെങ്കിൽ അക്ഷി തന്നെ പറയട്ടെ. ഏയ്, എനിക്ക് എൻ്റെ അമ്മയെ നല്ലോണം അറിയാം. അമ്മ യാതൊരു നുണയും പറയില്ലെന്നും എനിക്കറിയാം. അക്ഷയ് അത് പറഞ്ഞപ്പോൾ ഊർമിള രണ്ടടി പൊങ്ങി. ഇപ്പൊ എങ്ങനുണ്ടടി എന്ന മട്ടിലും ഊർമിള ആരോഹിയെ നോക്കി. ഇനിയിപ്പോ അമ്മ അച്ചുവേട്ടനെ മാത്രമായിട്ട് സ്നേഹിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ പിള്ളേർക്കും നമ്മുടെ അച്ഛനും കൂടി ഇത്തിരി പങ്കിട്ട് കൊടുക്കട്ടെ, അല്ലേ അച്ചുവേട്ടാ? ആരോഹി പറഞ്ഞത് തമാശയായിട്ടാണ് അക്ഷയ് എടുത്തത്. പക്ഷെ ഊർമിളയ്ക്ക് മനസ്സിലായി അവർക്കിട്ടൊന്നു വെച്ചതാണ് അവളെന്ന്. 3 പേരും സ്വീകരണമുറിയിൽ ഇരിക്കുകയാണ്. ആ സമയത്തായിരുന്നു ഷോപ്പിങ്ങിന് പോയ പെൺമക്കൾ 2 കയറി വന്നത്. വണ്ടി വന്ന് നിർത്തിയ ശബ്ദം കേട്ട് ഊർമിള എഴുന്നേറ്റ് എന്ന് വാതിൽ തുറന്നു. 2 പേരും ഇത്തിരി പേടിയോടെയാണ് കയറി വരുന്നത്. ഏട്ടൻ ദേഷ്യത്തിലാണോ അമ്മേ? അല്ലി പതിയെ ചോദിച്ചു. അവർ കണ്ണടച്ച് കാണിച്ചു കുഴപ്പമൊന്നുമില്ലാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇരുവർക്കും ശ്വാസം നേരെ വീണത്. നിങ്ങളോട് 2 ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ രാത്രിയിലുള്ള ഷോപ്പിംഗ് പരിപാടിയൊന്നും വേണ്ടെന്ന്. അനന്യയും അല്ലിയെ നോക്കിക്കൊണ്ട് അക്ഷി ദേഷ്യത്തിൽ ചോദിച്ചു. സോറി ഏട്ടാ, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല. അല്ലി ഓടി വന്നിട്ട് അക്ഷയുടെ കയ്യിൽ പിടിച്ചു. അല്ലി, പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാഞ്ഞിട്ട് എന്നോട് സോറി പറഞ്ഞിട്ട് എന്താ കാര്യം? ഏട്ടാ, ഇത്രയും ലേറ്റ് ആകുമെന്ന് ഓർത്തില്ല. ഒരു തവണ ക്ഷമിക്കുമോ പ്ലീസ് ഏട്ടാ? അനന്യ, നീ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് വേണേലും ചെയ്തു. നിനക്ക് അനുസരണ ഇല്ലാത്തവളാണ്. പക്ഷെ അല്ലിയെ അതിൽ ഉൾപ്പെടുത്തണ്ട കേട്ടോ, അക്ഷി ദേഷ്യത്തിൽ പറഞ്ഞു. അതെന്താ ഏട്ടാ, ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ടവളാണോ? അനന്യ എടുത്തടിച്ചതുപോലെ ചോദിച്ചു. അപ്പോഴേക്കും ആനന്ദനും അവിടേക്ക് വന്നു. എന്താ ഇവിടെ ബഹളം? അയാൾ ചോദിച്ചതും അക്ഷയും അനന്യയും അച്ഛനെ നോക്കി. അച്ഛ, ഞാൻ എന്തോ വലിയ അപരാധം ചെയ്ത മട്ടിലാണ് ഏട്ടൻ എന്നെ വഴക്കു പറയുന്നത്. നമ്മൾ ഈ സിറ്റിയിൽ താമസിക്കുന്നവരാണ്. ഏട്ടൻ പാതിരാത്രി ചെന്നാലും ഷോപ്പിംഗ് മാളിലൊക്കെ ഇഷ്ടം പോലെ പെൺകുട്ടികൾ കാണും. അവരൊക്കെ ഞങ്ങളെപ്പോലെയുള്ളവർ തന്നെയാണ്. എല്ലാവരും കൂട്ടുകാരും ഒത്ത് കറങ്ങി നടക്കാറുണ്ട്. സിനിമ കാണാൻ പോകും, ഡ്രസ്സ് എടുക്കാൻ പോകും, അങ്ങനെയൊക്കെ ചെയ്യും. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിനിടാനായിട്ട് ഞാനും ഇവളും കൂടി ഞങ്ങൾക്ക് ഡ്രസ്സ് മേടിക്കാൻ പോയതാണ്. അതും ഡ്രൈവറുണ്ട്, പിന്നെ മാലിനി ആൻ്റെയും ഭാവനയും ഉണ്ട്. ഇതിൻ്റെ പേരിൽ ഏട്ടൻ എന്തിനാ ഇങ്ങനെ വയലൻ്റ് ആകുന്നത്? എന്തായാലും ഏട്ടനെ പോലെ കഞ്ഞിക്കില്ലാത്തടത്തു നിന്ന് ഒരുത്തിയെ വിളിച്ചുകൊണ്ടുവരേണ്ട ഗതികേടൊന്നും ഞാൻ ചെയ്യില്ല. അനന്യ, അക്ഷയ അലറി. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ഈ നിൽക്കുന്നവൾക്ക് നമ്മുടെ വീട്ടിൽ വന്ന് കയറാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? കോടീശ്വരന്മാരായ കോടീശ്വരിമാരായ എത്ര പെൺകുട്ടികളുടെ ആലോചന ഏട്ടനും വന്നതാണ്. എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് ഇവളുടെ തലമുടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു പോയി പ്രണയിച്ചേക്കുന്നു. ബോധമില്ലാത്തവൻ, കഷ്ടം. എടി, അക്ഷി അവളെ അടിക്കുവാൻ വേണ്ടി കൈയോങ്ങി. എന്നാൽ അപ്പോഴേക്കും ഊർമിള ഇടയിൽ കയറി. അനന്യ, നീ എന്ത് തോന്നിവസമാണ് പറയുന്നത്? നമ്മുടെ കുടുംബത്തിലെ മഹാലക്ഷ്മിയാണ് ആരോഗ്യമോള്. അക്ഷയ് ഈ കുട്ടിയെ പൂർണ്ണമായി ഇഷ്ടപ്പെട്ടിട്ടാണ് വിവാഹം കഴിച്ചത്. അതിന് നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല. അവളോടായി പറയുമ്പോൾ ഊർമിള ഒന്ന് കണ്ണിറുക്കി കാണിക്കാനും മറന്നില്ല. അനന്യ, നീ ആരോഗ്യോട് സോറി പറയും. അച്ഛൻ പറയുന്നത് കേട്ട് അവിടെ ചുണ്ടിൽ ഒരു പുച്ഛച്ചിരി വിടർന്നു. എനിക്കിപ്പോൾ സൗകര്യമില്ലെന്ന് എടുത്തടിച്ചതുപോലെ അവൾ അയാളോട് പറയുകയും ചെയ്തു. അനന്യ യാതൊരു കൂസലും കൂടാതെ വെട്ടിത്തിരിഞ്ഞ് മുറിയിലേക്ക് കയറിപ്പോയി. മോളെ, അവൾക്ക് വേണ്ടി അമ്മ നിന്നോട് സോറി പറയുന്നൂടാ. ഊർമിള വലിയ സങ്കടം മുഖത്ത് ഭാവിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും ആരോഗ്യം തന്നെയാണ് നോക്കുന്നത്. അക്ഷയ്ക്കും അല്ലിക്കും ഒക്കെ ഒരുപാട് സങ്കടവും ഉണ്ട്. മോളെ, ശോ, ഈ അമ്മയുടെ ഒരു കാര്യം. അതെ അച്ചേട്ടാ, നമ്മുടെ അനന്യയ്ക്ക് എന്തൊക്കെയോ തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. അതാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. സാരമില്ല, ഞാനേ
അവളോടൊന്ന് സംസാരിച്ചിട്ട് വരാം. ആരോഹി അനന്യയുടെ പിന്നാലെ അവളുടെ മുറിയിലേക്ക് ചെന്നു. എടി അഹങ്കാരി, നിന്റെ കൊമ്പൊടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആരോഹി വെറുപെറുത്തു. തുടരും. അപ്പൊ ആരോഹി അവൾക്കിട്ട് കൊടുക്കട്ടല്ലേ? ഹായ്, കഥ വൈകിയതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു. ഇനി മുടങ്ങാതെ തരാട്ടോ.